പണ്ട് നമ്മുടെ ഒരു മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചതിന് ശേഷം KSRTC ബസ്സിലാണ് മടങ്ങിയത്. അതുപോലെ തന്നെ പല പ്രമുഖരും KSRTC ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് എല്ലാവരും ഒരേപോലെ എഴുന്നേറ്റ് നിന്നു. അദ്ദേഹത്തിൻ്റെ തലയിൽ ബീക്കൺ ലൈറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ വ്യക്തി ബഹുമാനം അർഹിക്കുന്നുവെന്ന് സാധാരണക്കാരായ ജനങ്ങൾക്കറിയാം. അതാണ് ഒരു ബഹുമാനം കിട്ടേണ്ട വ്യക്തി എന്നുള്ള കാര്യം അറിയാം. അതാണ് അദ്ദേഹം അർഹിക്കുന്നതും. ഇപ്പോഴും അതെ, നമ്മുടെ ജനനേതാക്കൾ ഏത് പാർട്ടിയിലെടുത്താലും ശരി, ചിലർ കയറി വന്നാൽ ആൾക്കാർ എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കും. ചിലർ എത്ര വലിയ ഉന്നതനായാലും ആരും എഴുന്നേക്കാൻ ശ്രമിക്കില്ല, അല്ലെങ്കിൽ മൊട്ടയെറിയും എന്നുള്ള കാലമുണ്ട്. ഇതൊക്കെ അവരവരുടെ കയ്യിലിരിപ്പ് കൊണ്ട് സംഭവിക്കുന്നതാണ്. അപ്പോൾ ഇത്തരം കയ്യിലിരിപ്പുകളുള്ളവരാണ് എനിക്ക് ഇത്ര ചിഹ്നം വേണം എന്നുള്ളത്. ഒരു ജില്ലയിലെ മേയർ ഒരു 4-5 വർഷം മുമ്പ് ഭയങ്കരമായ വാക്തർക്കമായിരുന്നു. എനിക്ക് മുകളിൽ ചുവപ്പ് കിട്ടിയില്ല, എനിക്ക് നീലയാണ് കിട്ടിയത്, എനിക്ക് ചുവപ്പ് വേണം, അല്ലെങ്കിൽ ഞാനിത് വെക്കില്ല എന്നുള്ളതൊക്കെ. ഇതൊക്കെ ഒരുതരം അധികാര ചിഹ്നമായി തന്നെ നിൽക്കുന്നു. അതിന് കോടതി ഒരു പ്രത്യേക നിയമം കൊണ്ടുവന്ന് കോടതിയിലൂടെ തന്നെ അവർ തന്നെ മാതൃകയായി ഇത് മാറ്റിയെടുക്കുന്ന രീതിയല്ലേ ഏറ്റവും നല്ലത്? അത് ശരിയാണ്. ഞാൻ പറഞ്ഞത് ഇപ്പോൾ ബീക്കൺ ലൈറ്റ് വയ്ക്കാമെന്നുള്ളതുകൊണ്ട് വെക്കണമെന്നില്ല. വയ്ക്കാമെന്ന് പറഞ്ഞുള്ളൂ. അത് നിങ്ങൾ യു ഷുഡ് എന്നുള്ള ആ വാക്ക് ഉപയോഗിച്ചില്ല. നിങ്ങളെല്ലാവരും മസ്റ്റായിട്ട് എല്ലാവരുടെയും മുകളിൽ ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ടില്ല. എത്ര മന്ത്രിമാർ നമുക്കറിയാം, എത്ര മന്ത്രിമാർ സ്വന്തമായിട്ട് വേണ്ടെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ കെജ്രിവാൾ പറഞ്ഞു. അതുപോലെ നമ്മുടെ ഇന്ത്യയിലെ എത്ര അധികാരികൾ പറഞ്ഞു അവർക്ക് വേണമെങ്കിൽ ഒഴിവാക്കാറുണ്ടല്ലോ, ഒഴിവാക്കിയിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും അതിനോടുള്ള താല്പര്യമുണ്ട്. 1. 2, അദ്ദേഹം പറഞ്ഞതുപോലെ ഇപ്പോൾ ചിഹ്നമെന്ന് പറയുന്ന ചിലവർക്ക് എല്ലാവരും അറിയാം. ഇപ്പോൾ പ്രധാനമന്ത്രിയെ സംബന്ധിച്ച് ഒരു ലൈറ്റും ഇല്ലെങ്കിലും എല്ലാവർക്കും അറിയാം. പക്ഷേ ഒരു ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചോളം അദ്ദേഹത്തിൻ്റെ ടൈറ്റിൽ ഈ ലൈറ്റിൽ മാത്രമാണ്. അവിടെയാണ് ഈ കുഴപ്പം. അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു IAS കാരനോ IPS കാരനോ, അത് അയാൾ IAS കാരനെന്നോ IPS കാരനോ എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഔദ്യോഗിക സ്ഥാനത്തിൽ അറിയണമെന്നല്ല മാത്രമല്ല അയാളുടെ ആഗ്രഹം. സൊസൈറ്റിയിൽ ഇറങ്ങുമ്പോൾ ഓരോ വ്യക്തിയും അയാൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ആ ടൈറ്റിലിനാണ് അയാൾ ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഇത് നിയമം നടപ്പിലാക്കുന്ന രീതിയാണ് തെറ്റ്. ബീക്കൺ ലൈറ്റ് ഉപയോഗിക്കുന്നത് ഒഫീഷ്യലായിട്ട് പോകുമ്പോൾ ഒഫീഷ്യൽ വാഹനം ഉപയോഗിക്കുന്നതിൽ തെറ്റില്ലെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ വ്യക്തിപരമായി അയാൾ മാർക്കറ്റിൽ പോകുമ്പോഴോ അയാളുടെ കുട്ടിയെ സ്കൂളിൽ വിടാൻ പോകുമ്പോഴോ അയാൾ ഒഫീഷ്യൽ വാഹനം ഉപയോഗിക്കാൻ പാടില്ല. ആ നിയമം ഇവിടെ ഉണ്ട്. പക്ഷേ എത്ര പേരത് പ്രാക്ടിക്കലായിട്ട് അല്ലെങ്കിൽ ആ നിയമം എത്ര നടപ്പിലാക്കുന്നു? അപ്പോൾ അവിടെയാണ് തെറ്റ്. അതുപോലെ തന്നെയാണ് നേരത്തെ സുപ്രീം കോടതി പറഞ്ഞു നമ്മുടെ വാഹനങ്ങളുടെ സൈഡിൽ കട്ടനും ഗ്ലാസ്സും ഒക്കെ പാടില്ലാന്ന്. പക്ഷേ ഇപ്പോഴും പോലീസ് ഓഫീസേഴ്സ്, നമ്മളിപ്പോൾ ശ്രദ്ധിച്ച് നോക്കുക, പോലീസ് ഓഫീസേഴ്സ് മന്ത്രിമാർ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വ്യക്തമായി കട്ടനാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇനി ഞാൻ പറയാം ജഡ്ജിമാരുടെ കാര്യം. നിങ്ങൾ സുപ്രീം കോടതി പോയവർക്കറിയാം, സുപ്രീം കോടതി ചെല്ലുമ്പോൾ ഒരു ജഡ്ജി കടന്നു വരുന്ന രീതി, ജഡ്ജി വരുമ്പോൾ ജഡ്ജിക്ക് ഇരിക്കാൻ കസേര പുറകിരുന്ന് നീക്കി കൊടുക്കും. ഇതിൻ്റെ ആവശ്യമുണ്ടോ? അപ്പോൾ ഇത് നമ്മുടെ, ഞാൻ പറഞ്ഞില്ലേ, ബ്രിട്ടീഷ് സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമായി നമ്മൾ തുറന്നു പോകുന്ന രീതിയാണ്. ഞങ്ങളൊക്കെ വക്കീലന്മാർ കോടതി വിളിക്കുന്നത് യുവർ ഓണർ. അതിൻ്റെ ആവശ്യമുണ്ടോ? ഇപ്പോൾ വേണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊരു കൊളോണിയൽ സംസ്കാരത്തിൻ്റെ ബാക്കിയാണ്. പക്ഷേ അത് നമുക്ക് എത്രത്തോളം മാറ്റാൻ പറ്റും, ഇത് എത്രത്തോളം ജനങ്ങൾ അംഗീകരിക്കും. ഇപ്പം അതിലൊരു വേറെ വശമുണ്ട്. ഇപ്പം ജഡ്ജിക്ക് ഇത്രയും വലിയൊരു പദവി കൊടുക്കുമ്പോൾ ജഡ്ജി പറയുന്ന വിധിയുടെ ഇമ്പോർട്ടൻസ് കൂടുമെന്നാണ് വൈപ്പ്. പക്ഷേ അത് അതായത് പദവി കൊടുത്താലും വിധി തന്നെയല്ലേ? വിധി ജഡ്ജി വീട്ടിൽ നിന്ന് കൊണ്ടിരുന്നല്ല. അദ്ദേഹം ഇന്ത്യൻ ഭരണഘടന പഠിച്ചും IPC പഠിച്ചും മാത്രം പറയുന്നതാണ്. പക്ഷേ ആളുകൾക്ക് ഒരു ഭയം വരണമല്ലോ, പോലീസിനെ കണ്ട ഒരു ഭയം വരണമല്ലോ, അല്ലെങ്കിൽ ആളുകളുടെ മനസ്സിലൊരു ഭയം ഉണ്ടാക്കാനും കൂടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഒരു ഭീതി ഉണ്ടാക്കുക, കടം വാങ്ങിയ ഒരു ആദരവുണ്ടാകും. ശരി, ഞാൻ പ്രേക്ഷകരുടെ അഭിപ്രായത്തിലേക്ക്. ബ്യൂറോക്രസിയുടെയോ അല്ലെങ്കിൽ കൊളോണിയലിസത്തിൻ്റെയോ ഫ്യൂഡലിസത്തിൻ്റെയോ ചിഹ്നങ്ങൾ മാറിപ്പോകുമെന്ന് തോന്നലുള്ള ചിലർ, അവർക്ക് മാത്രമേ ഈ പ്രശ്നം ഉണ്ടാവൂ. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ സാംസ്കാരികമായ ഉന്നതിയിലാണ്, പക്ഷേ അവൻ്റെ മനസ്ഥിതി മാറുന്നില്ല. വ്യവസ്ഥിതി മാറ്റാൻ വേണ്ടി ശ്രമിച്ചാൽ മാറുകയുമില്ല, അതാര് ശ്രമിച്ചാലും നടക്കുകയില്ല. പക്ഷേ ഈ മനസ്ഥിതി വരുമെങ്കിൽ ഈ മാറ്റം എടുത്ത ജനങ്ങൾ ഉൾക്കൊള്ളും, അവരെയും ഉൾക്കൊള്ളും. മാർഷൽ തന്നെ ഒരു മുഖ്യമന്ത്രിയുടെ പേര് പറയാതെ പറഞ്ഞു, ബഹുമാനപ്പെട്ട PK വാസുദേവൻ നായരുടെ സ്ഥിരമായി ബസ്സിൽ സഞ്ചരിക്കുന്ന ഒരാളായിരുന്നു മുഖ്യമന്ത്രി പദം കഴിഞ്ഞിട്ട്. എനിക്കും അദ്ദേഹത്തോടൊപ്പം ഒരിക്കൽ ബസ്സിൽ യാത്ര ചെയ്യേണ്ടി വന്നു. അദ്ദേഹം കയറി വരുമ്പോൾ സീറ്റിലാഞ്ഞിട്ട് ഒരു 4-5 പേര് എഴുന്നേറ്റ് കൊടുത്തു, സാർ ഇവിടെ ഇരിക്കാമെന്ന് പറഞ്ഞു. അത് അദ്ദേഹം ചോദിച്ചു വാങ്ങിയതല്ല, ആ ബസ്സിലെ യാത്രക്കാർ കൽപ്പിച്ച് അദ്ദേഹത്തിന് കൊടുക്കുന്ന ഒരു അംഗീകാരമാണ്. നമ്മൾ ലോ അക്കാഡമി സമരത്തോടനുബന്ധിച്ച് കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു നടരാജപിള്ളി ഉണ്ടല്ലോ, ധനകാര്യമന്ത്രിയായിരുന്നു. അദ്ദേഹം ഔദ്യോഗിക ആവശ്യത്തിന് മാത്രമായിരുന്നു സ്റ്റേറ്റ് വണ്ടി ഉപയോഗിക്കുന്നത്. ബാക്കി സമയത്ത് മന്ത്രിയായിരിക്കുമ്പോൾ പോലും അദ്ദേഹം പൊയ്ക്കൊണ്ടിരുന്നത് പബ്ലിക് വെഹിക്കിളിലാണ്. വേണ്ട,
ഷൺമുഖദാസ് ഇപ്പം നമുക്കറിയാം 25,000 രൂപയുടെ കൂപ്പൺ, റെയിൽവേ യാത്ര ചെയ്യാനുള്ള കൂപ്പൺ അല്ലെങ്കിൽ തത്തുല്യമായ ഡീസലിൻ്റെ കൂപ്പൺ MLA-മാർക്ക് കൊടുക്കുന്നുണ്ട്. അദ്ദേഹം അത് ഒരിക്കൽ പോലും ആ കൂപ്പൺ ഉപയോഗിച്ച് ഫസ്റ്റ് ക്ലാസ്സിൽ യാത്ര ചെയ്യാറില്ലായിരുന്നു, AC-യിൽ യാത്ര ചെയ്യാറില്ലായിരുന്നു. വേണ്ട, അദ്ദേഹത്തിൻ്റെ ലിവർ മാറ്റി വെക്കാനായി ആശുപത്രിയിൽ കിടന്നത് അദ്ദേഹം റിക്വസ്റ്റ് ചെയ്യാതെ അന്നത്തെ ഗവൺമെൻറ് 35 ലക്ഷം രൂപ കൊടുത്തപ്പം അദ്ദേഹം പറഞ്ഞത്, ഈ എൻ്റെ പ്രായത്തേക്കാൾ വളരെ കുറഞ്ഞ പ്രായത്തിൽ ഈ സമൂഹത്തിൽ ജീവിച്ചിരിക്കേണ്ട അത് അർഹതപ്പെട്ട ആളുകൾക്ക് ഞാൻ ഈ പണം മേടിച്ചാൽ ആ ചികിത്സ നഷ്ടപ്പെടും എന്ന് പറഞ്ഞ് അദ്ദേഹം ആ പണം സ്വീകരിക്കാതിരുന്നു. അപ്പോൾ അങ്ങനെ നിരവധി ആളുകൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഇതുപോലെ മാതൃക കാട്ടിയിട്ടുണ്ട്. നമുക്കറിയാം നമ്മുടെ ഇവിടുത്തെ ആളുകളുടെ ഒരു മാനസികാവസ്ഥയാണ്. നമ്മുടെ പഞ്ചായത്ത് മെമ്പർ ആയി അല്ലെ പ്രസിഡൻ്റ് ആയി കഴിഞ്ഞാൽ അദ്ദേഹം താൻ ചെയ്തിരുന്ന ഒരു ജോലിയിലേക്ക് തിരിച്ചു പോകാൻ പോലും വൈമുഖ്യം പ്രകടിപ്പിക്കുന്നു. നമുക്കറിയാം പോളണ്ടിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണം അവസാനിപ്പിച്ച സോളിഡാരിറ്റി, അതിൻ്റെ വലേസ എന്ന് പറയുന്ന തൊഴിലാളി നേതാവ് ആ രാജ്യഭരണത്തിന് ശേഷം അദ്ദേഹം നേരത്തെ ജോലി ചെയ്തുകൊണ്ടിരുന്ന കമ്പനിയിൽ പോയി ക്യൂ നിന്ന് സ്ലിപ്പ് മേടിച്ചു. അല്ലാതെ ഫ്രണ്ടിൽ പോയി സ്ലിപ്പ് മേടിക്കുമല്ല. അപ്പം അങ്ങനെ സ്ലിപ്പ് മേടിച്ച് അവിടെ ജോലി ചെയ്യുമായിരുന്നു. നമ്മുടെ ഇവിടെ ആ ഒരു മാനസികാവസ്ഥയിൽ ആർക്കെങ്കിലും ഉണ്ടോ? ഇവിടെ ഭരണാധികാരികളാകുന്നവർക്ക് പിന്നെ സ്വാഭാവികമായും ആ പണിയിലേക്ക് തിരിച്ചു പോകേണ്ട കാര്യമില്ല എന്ന ആക്ഷേപം പറയുന്നവരുമുണ്ട്. അപ്പം ഇതൊക്കെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നേതാക്കന്മാരുടെ നമ്മുടെ ഉദ്യോഗസ്ഥ പ്രമാണിമാരുടെ ശരീരം വലുതാണെങ്കിലും മനസ്സ് വളരെ ചെറുതാണോ എന്ന് നമുക്ക് പല സന്ദർഭങ്ങളിലും തോന്നിപ്പോകും. ഒരു ജില്ലാ ജഡ്ജിയുടെ കാറിൽ ജില്ലാ ജഡ്ജി പോകുമ്പം അത് വേണം. കാരണം ഒരു ആഫീസിലെ പിയൂണും ആഫീസറും രണ്ടും രണ്ടാണ്. അങ്ങേർക്കൊരു ഡിഫറൻറ്റ് ഐഡൻറ്റിറ്റി വേണം. പക്ഷേ അത് ഈ പിയൂണ് ദുർവിനിയോഗം ചെയ്യരുത്. അതേപോലെ ഒരു IAS ഓഫീസർ കളക്ടർ പോകുന്നതിന് അതിൻ്റെ വേണം. അതുകൊണ്ട് നീലയും ചുവപ്പും ഡിഫറൻ്റാണ്, അവർക്കിത് വേണം. ഈ ബീക്കൺ വെച്ചിട്ടുള്ള ധാരാളം ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഈ വാഹനങ്ങളെ മാറ്റി നിർത്തി കൊടുക്കുമ്പോഴത്തേക്ക് ഈ സാധാരണക്കാർക്ക് അത് ഒരുപാട് തരം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ നിയന്ത്രിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും വേണ്ടപ്പെട്ട ഈ പറഞ്ഞതുപോലെ ആംബുലൻസുകൾ അല്ലാതെ അത്യാവശ്യ സർവീസിന് മാത്രം അത് ഒതുക്കി നിർത്തുകയാണെങ്കിൽ കുറേയൊക്കെ നമുക്ക് സാധാരണക്കാരെ സഹായിക്കാൻ കഴിയുമെന്നാണ് എൻ്റെ അഭിപ്രായം. ബീക്കൺ ലൈറ്റ് എമർജൻസി ആയിട്ട് വേണ്ട ആംബുലൻസ്, ഫയർഫോഴ്സ് ഇവർക്കൊക്കെ അത്യാവശ്യമാണ്. അതുപോലെ ഈ മന്ത്രിമാർക്ക് ഇത് വേണമെന്ന് ഉള്ള അഭിപ്രായത്തിനോട് യോജിക്കുന്നില്ല. സർ, ഇവർ മന്ത്രിമാർക്ക് ഈ ബീക്കൺ ലൈറ്റ് വെക്കുന്നത് കറക്റ്റ് സമയത്തിന് എത്താൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഈ ഉദ്ഘാടന സമയത്തിന് അവിടെ മന്ത്രിമാർക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കും. ഇത് വച്ചിട്ട് കൂടി അവർ സമയത്തിന് എത്താറില്ല എന്നുള്ളതാണ് യഥാർത്ഥ കാര്യം. അപ്പോൾ ഇതുകൊണ്ട് ഈ ഒരു ലൈറ്റ് വെച്ചതുകൊണ്ടോ മാറ്റിയത് കൊണ്ടോ ഇവർ സമയത്തിന് എത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇതിനി മാറ്റി നോക്കുമ്പോഴെങ്കിലും സമയത്തിന് എത്തുമായിരിക്കും. രാജഭരണകാലത്ത് ബീക്കൺ ലൈറ്റൊന്നും ഇല്ലാതെ ഓരോ ചിഹ്നങ്ങളാണ് കൊടുത്തിട്ടുണ്ട്. രാജാവിൻ്റെ ഒരു ചിഹ്നം വെച്ചാണ് നമ്മൾ തിരിച്ചറിയുന്ന രാജാവ് വരുന്നുണ്ടെന്നുള്ളത്. അതേപോലെ ജഡ്ജിക്ക് ഒരു ചിഹ്നം കൊടുക്കുക, ബീക്കൺ ലൈറ്റിൻ്റെ ആവശ്യമില്ല, ഒരു ചിഹ്നം കൊടുക്കുക. ആ ചിഹ്നം കണ്ട് നമ്മൾ മനസ്സിലാക്കുക രാജാവാണ്. നമ്മൾ എങ്ങനെയൊക്കെയാണ് ഇനി മാറേണ്ടത് എന്നുള്ളത് ഇപ്പം തന്നെ ചിന്തിച്ച് തുടങ്ങുന്നു എന്നുള്ളത് നല്ല കാര്യമാണ്. ഒരു ബീക്കൺ മാറുന്നതിനൊപ്പം തന്നെ പല കാര്യങ്ങളും ഇത്തരം അധികാര ചിഹ്നങ്ങളും ഒരുപക്ഷെ സമൂഹത്തിൻ്റെ മനസ്സിൽ നിന്നും മാറ്റപ്പെടും. പിന്നീട് അത് വെച്ച് നടക്കുന്നവനെ ഒരു പ്രാഞ്ചിയേട്ടനായിട്ട് ആൾക്കാർ കാണും എന്നുള്ള ബോധമെങ്കിലും ഇവർക്കുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. മന്ത്രിമാരെക്കാൾ കൂടുതൽ അധികാര ദുർവിനിയോഗം നടത്തുന്ന ജഡ്ജിമാരുൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെയുള്ള ഫ്യൂഡൽ പ്രഭുക്കന്മാരാണ് തങ്ങളിന്ന് എന്ന് പറയുന്ന പഴയ ബ്രിട്ടീഷ് സംസ്കാരത്തിൻ്റെ പ്രേതവുമായി നടക്കുന്ന ആളുകളാണ് ഈ പറയുന്ന അധികാര ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നത്. യഥാർത്ഥത്തിൽ മോഡി ചെയ്തത് മന്ത്രിമാരുടെ അധികാരം ഉപയോഗിക്കാൻ വേണ്ടിയല്ല. ഈ പറയുന്ന ജനാധിപത്യ യുഗത്തിൽ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അവശിഷ്ടങ്ങളായിട്ടുള്ള പ്രഭുക്കന്മാരെന്ന് സ്വയം ചെയ്ത ഉദ്യോഗസ്ഥ വർഗത്തിൻ്റെ പേക്കൂത്ത് അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു നടപടി എന്ന നിലയിലാണ് ഞാനതിനെ ഏറ്റവും അംഗീകരിക്കുന്നത്. യങ് ആയിട്ടുള്ള IAS തെറ്റും കുറച്ച് പ്രായവും എക്സ്പീരിയൻസ് ഉള്ള IAS ശരിയും എന്ന് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ. അല്ലെങ്കിൽ അവനല്ല അത് ചെയ്യേണ്ടത്, ഭരിക്കാൻ വേറെ ആൾക്കാരുണ്ട് എന്ന് പറയുന്നൊരു കാര്യമുണ്ടല്ലോ. ഈ ഭരിക്കാനുള്ള വേറെ ആൾക്കാരും IAS തമ്മിൽ നമ്മളാ കാണിക്കുന്ന അന്തരത്തിൻ്റെയും കൂടെ അതിനെയും കൂടെ കൂട്ടി വായിക്കണം നമ്മൾ ഈ പറയുന്ന ബീക്കൺ ലൈറ്റുമായിട്ട്. ഇതെല്ലാം 2ഉം 3ഉം ലെവലിലൊക്കെയാണ് സമൂഹം നിൽക്കുന്നത് എന്ന് പറയുന്ന ആ ചിന്താധാരയും നമ്മുടെ ബിഹേവിയറിനെയും കൂടെ പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു ബീക്കണയല്ല, അടിസ്ഥാനപരമായിട്ടുള്ള നമ്മുടെ ചിന്തയെ വേണം നമ്മൾ അഡ്രസ്സ് ചെയ്യാനെന്നുള്ളത്. ഇത് നിരോധിച്ചത് കൊണ്ട് മാത്രം ജനാധിപത്യത്തിലെ ഇക്വാളിറ്റി വരണമെന്നില്ല. അപ്പോൾ അതൊരു ഗിമിക്സ് ആണെന്നാണ് എൻ്റെ അഭിപ്രായം. അതല്ല കാര്യം. ഒന്ന്,
പ്രോപ്പറായിട്ട് ഐഡൻറ്റിഫൈ ആർക്കാണ് വേണ്ടതെന്ന്, അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യത ഉണ്ടോയെന്ന് പറയുക. ഇതൊരു ടൈറ്റിലായിട്ട് മാത്രം ഉപയോഗിക്കുന്നവരുടെ ഒന്ന് തടസ്സം ചെയ്താൽ, ഇപ്പം നമുക്കറിയാം ഇവിടെ സാധാരണ ഒരു പഞ്ചായത്ത് മെമ്പർ വരെ ഉപയോഗിക്കുന്നുണ്ട്. എന്തുകൊണ്ട് പോലീസ് അതിന് നിയമപരമായിട്ട് കേസെടുക്കുന്നില്ല, അവരുടെ അടുത്ത് വാൺക് ചെയ്ത് കൊടുക്കുന്നില്ല, നോട്ടീസ് കൊടുക്കുന്നില്ല, അത് ചെയ്യുന്നില്ല. അപ്പം നിയമപരമായിട്ട് നിയമം നടപ്പിലാക്കുന്നതിലുള്ള വീഴ്ചയാണ്. എന്തായാലും ഇതൊരു ടോട്ടൽ ബാനായിട്ട് വന്നതിൽ എൻ്റെ അഭിപ്രായത്തിൽ അതൊരു വളരെ സ്വാഗതകരമായ അഭിപ്രായമെന്ന് പറയാൻ നമുക്ക് സാധ്യമല്ല. ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഒരു സാമൂഹ്യ അവബോധം ഉണ്ടാകുക, അത് രാഷ്ട്രീയ കക്ഷികൾക്കുണ്ടാകണം, അതുപോലെ തന്നെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർക്കുണ്ടാകണം. പട്ടം സെൻറ്റ് മേരീസ് സ്കൂളിൻ്റെ മുന്നോട്ട് വൈകിട്ട് ചെന്ന് നിന്ന് കഴിഞ്ഞാൽ വരിവരിയായി സംസ്ഥാന വണ്ടികളാണ്, അത് പോലീസിൻ്റെയും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഒക്കെ വണ്ടികൾ. എന്തിനാ? അത് അവിടെ ഉദ്യോഗസ്ഥന്മാർ വന്നതല്ല, അവിടെ മക്കളെ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് വരിക. അത് മോഡൽ സ്കൂളിൻ്റെ പിന്നിലും ഒക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ ദുർവ്യയം പൊതുഖജനാവിൽ നിന്നുള്ള പണമാണ്. അത് ആ പിള്ളേർ അവിടെ സ്കൂളിൻ്റെ ബസ്സിൽ പോരാം, അല്ലെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ പോരാം എന്ന് മാതാപിതാക്കൾ ആഗ്രഹിക്കണം. അങ്ങനെ തന്നെ മറ്റുള്ളവർക്ക് ഇല്ലാത്ത ഒരു പ്രിഫറൻസ് തൻ്റെ കുട്ടികൾക്ക് കൊടുക്കണം എന്നുള്ള ഒരു ചിന്ത, അതും ഒരു അധികാരത്തിൻ്റെ ഭാഗമാണ്. അതെല്ലാം ഒഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ഈ ബീക്കൺ ലൈറ്റിൻ്റെ ആ മെസ്സേജ്, അല്ലെങ്കിൽ അങ്ങനത്തെ ആ ഒരു മെസ്സേജ് താഴെ തട്ടിലേക്ക് ചെന്നെത്തൂ എന്നാണ് ഞാൻ കരുതുന്നത്. വലിയ വലിയ അധികാരമുള്ള മനുഷ്യർ അവരുടെ മനസ്സ് വളരെ ചെറുതാകുന്നു എന്നുള്ളതാണ് ബീക്കണിൻ്റെ മനഃശാസ്ത്രമെന്ന് ചർച്ച വിലയിരുത്തുന്നു. അടുത്ത ആഴ്ച മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നല്ല നമസ്കാരം.